എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 60 ശ്ലോകം 41, 42, 43, 44 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. രുക്മിണി ദേവി ഭഗവാനോടുള്ള മറുപടി അതിമനോഹരമായ ശ്ലോകങ്ങൾ തുടരുന്നു. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. കാന്യം ശ്രയേത തവ പാദ സരോജഗന്ധമാഘ്രായ സന്മുഖരിതം ജനതാപവർഗം ലക്ഷ്മ്യാലയം ത്വവിഗണയ്യ ഗുണാലയസ്യ മർത്യാ സദോരുഭയം വിവിക്ത ദൃഷ്ടി. ഗുണഹീനനായ എന്നെ ഉപേക്ഷിച്ച് സദൃശനായ അന്യനെ വരിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മറുപടിയാണ്. ഹേ ഭഗവൻ, നിന്തിരുവടി ഗുണഹീനനല്ല. ജ്ഞാനം, ഐശ്വര്യം, വീര്യം മുതലായിട്ടുള്ള ഉത്കൃഷ്ട ഗുണങ്ങള് അങ്ങയിൽ തന്നെ സ്ഥിരങ്ങളായിരുന്നുള്ളൂ എന്ന് മാത്രല്ല, സൗന്ദര്യാദി ഗുണങ്ങളും ലക്ഷ്മി നിവാസനായ നിന്തിരുവടിയിലല്ലാതെ മറ്റാരില്ല പൂർണ്ണമായിട്ടുള്ളത്. ജീവലോകത്തിന്റെ സന്താപത്തെ നിശേഷം നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്ന മോക്ഷസ്വരൂപനായ നിന്തിരുവടിയുടെ പാദപത്മത്തെ മുക്തന്മാരും മുമുക്ഷുക്കളും വിഷയികളും ഒരുപോലെ സേവിക്കുന്നു. അപ്രകാരമായിരിക്കുന്ന ആ പാദപത്മഗന്ധത്തെ സാക്ഷാത്തായി അനുഭവിച്ച ബുദ്ധിമതിയായ ഏതൊരു സ്ത്രീയാണ് അതിനെ ഉപേക്ഷിച്ച് എപ്പോഴും മരണഭീതിയോടും ആധ്യാത്മികാദി താപത്രയാഗ്നിബാധയോടും കൂടിയ മനുഷ്യനെ ആശ്രയിക്കുന്നത്? ആരും ആശ്രയിക്കില്ല. അതുകൊണ്ട് ആശ്രയിക്കുവാൻ യോഗ്യനായിട്ട് നിന്തിരുവടി മാത്രമല്ലാതെ അന്യനില്ല എന്ന പൂർണ്ണ വിചാരത്തോടു കൂടി തന്നെയാണ് ഞാൻ അവിടുത്തെ ആശ്രയിച്ചിരിക്കുന്നത്. അങ്ങയെ ഉപേക്ഷിച്ച് അന്യനെ ആശ്രയിക്കുന്നവര് പലരുണ്ടല്ലോ എന്നാണ് അങ്ങ് പറയണ വെച്ചാൽ, അവര് ആത്മഹിതം നിർണയിക്കാൻ ശക്തകളല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യണത്. അതാണ് രുക്മിണി ദേവി പറഞ്ഞതിന്റെ സാരം. തം ത്വാനുരൂപമഭജം ജഗതാമധീശം ആത്മാനമത്ര ച പരത്ര ച കാമപൂരം സ്യാന്മേ തവാംഘ്രിരണം ശ്രുതിഭിർഭ്രമന്ത്യ യോ വൈ ഭജന്തമുപയാതി അമൃതാപവർഗ. അതുകൊണ്ട് ഇഹലോകത്തിലും പരലോകത്തിലും സകല കാമങ്ങളെയും സാധിപ്പിക്കാൻ സമർത്ഥനും സകല ചരാചരങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാര സമർത്ഥനായിരിക്കുന്ന ഈശ്വരനും സർവാന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവുമായ നിന്തിരുവടി തന്നെ എനിക്ക് സദൃശനായിരിക്കുന്ന ഭർത്താവ് എന്നുള്ള ബോധത്തോടുകൂടി നിന്തിരുവടിയെ ഞാൻ ആശ്രയിച്ചു. സർവസന്താപങ്ങളും നശിപ്പിക്കുന്ന യാതൊരു പാദപത്മം ഭജിക്കുന്നവരുടെ സമീപത്തിൽ നിന്ന് വിട്ടുപോകാതെ എപ്പോഴും അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവോ അവിടുത്തെ ആ പാദപങ്കജം ബഹുവിധ ജന്മാധിഗതികളിൽ ഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ഇനി മേലിലും ഏതൊരു ജന്മം സിദ്ധിക്കുന്നുവോ അതിലൊക്കെ ശരണമായി ഭവിക്കണം. എത്ര ജന്മങ്ങൾ ഉണ്ടായാലും ഭഗവാൻ ആ ജന്മങ്ങളിലെല്ലാം അവിടുത്തെ പാദപത്മം, അവിടുത്തെ തൃപാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി അടിയനുണ്ടാവണേ എന്നതാണ് രുക്മിണി ദേവി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. തസ്യാസ്യു അച്യുത നൃപാ ഭവതോപദിഷ്ടാ സ്ത്രീണാം ഗൃഹേഷു ഖരഗോശ്വവിടാലഭൃത്യാ യൽ കർണമൂലമരികർഷണ നോപയായ യുഷ്മൽ കഥാമൃഡവിരിഞ്ച സഭാസു ഗീത. ഹേ രാജപുത്രി, നിന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ശിശുപാലാദികളിൽ ഒരാളെ തിരഞ്ഞെടുത്തോളൂ എന്ന് അങ്ങോട്ട് പറഞ്ഞില്ലേ? ദേഷ്യം വന്നൊരു രുക്മിണീദേവിക്ക് അത് കേട്ടപ്പോ, ഗുണോത്കർഷം കൊണ്ടും സ്വരൂപശോഭ കൊണ്ടും അനുരൂപനും നാശരഹിതനുമായിരിക്കുന്ന നിന്തിരുവടി തന്നെയാണ് എനിക്ക് ഉചിതനായ ഭർത്താവ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടുത്തെ
അടിയൻ തിരഞ്ഞെടുത്തത്. നിന്തിരുവടിയാൽ പറയപ്പെട്ടവരും സ്ത്രീകളുടെ ഭവനങ്ങളിൽ നിന്ന് ചവിട്ടുകൊണ്ടാലും വിട്ടുപോകാതെ കഴുതകളെ പോലെ അവിടെ തന്നെ വസിക്കുന്നവരും, കാളകളെ പോലെ അവരുടെ ഭാരം വഹിക്കുന്നവരും, നായ്ക്കളെ പോലെ അവര് പറയുന്നതിനനുസരിച്ച് കളിക്കുന്നവരും, പൂച്ചകളെ പോലെ അവരുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നവരും, ഭൃത്യന്മാരെന്ന പോലെ അവര് പറയുന്ന കൽപ്പനകൾ കാത്തുകൊണ്ടിരിക്കുന്നവരുമായ രാജാക്കന്മാര്, ബ്രഹ്മാവ്, ശിവൻ മുതലായവർക്ക് കൂടി കർണാനന്ദകരമായിരിക്കുന്ന ഇന്ദിരുവടിയുടെ കഥ കേൾക്കാത്തവളായ സ്ത്രീയുടെ ഭർത്താക്കന്മാരായിട്ട് ഭവിക്കട്ടെ. ഭഗവത് കഥാശ്രവണത്തിന് പുണ്യമില്ലാതെ വരുമ്പോ മാത്രമാണ് അങ്ങനെയുള്ള ദുർഭകന്മാരുടെ സംസർഗം സിദ്ധിക്കുക. എന്നെ പോലെയുള്ളവർക്ക് അങ്ങനെയുള്ള ദുഷ്ടസംസർഗം സിദ്ധിക്കാൻ ഇടവരില്ല. അതാണ് രുക്മിണി ദേവി പറയുന്നത്. ത്വക്ക് ശ്മശ്രു രോമ നഖ കേശപിനത്തമന്തർ മാംസാസ്ഥിരക്ത കൃമിവിട് കഫപിത്തവാദം ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢ യാതേ പദാബ്ജമകരന്തം അജിഖ്രതീ സ്ത്രീ. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഇന്ദിരുവടിയുടെ പാദപത്മഭജനാനന്ദയെ അനുഭവിച്ചറിയാത്ത മൂഢയായിട്ടുള്ള സ്ത്രീ പുറമെ തോല്, രോമം, തലമുടി മുതലായവയാൽ മൂടപ്പെട്ടും ഉള്ളില് മാംസം, രക്തം, പുഴു, മലം, വാതം, പിത്തം, കഫം മുതലായവ നിറഞ്ഞു മരിക്കുന്ന ശരീരത്തെ കാന്തൻ എന്നുള്ള വിചാരത്തോടെ സേവിക്കണു. മൂഢത കൊണ്ട് മാത്രമാണ് അതിന് അങ്ങനെ ചെയ്യണത്. അല്ലാതെ അന്തര്യാമിയായിരിക്കുന്ന നിന്തിരുവടിയുടെ പാദപത്മരസത്തെ അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന ഞാൻ നരശരീരത്തെ കാന്തനെന്ന് അഭിമാനിക്കില്ല എന്നത് ഉറപ്പിച്ചു പറയും രുക്മിണി ദേവി. ഓരോന്നും ഇത്രയും ഭഗവാൻ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ബലെ എന്നുള്ളത് മറ്റുള്ള കല. രുക്മിണി ദേവിയുടെ ആ ഉറച്ച തീരുമാനങ്ങളും ആ വിവേക ബുദ്ധിയോടുകൂടിയുള്ള വാക്കുകളും കേൾക്കുമ്പോൾ ഭഗവാന് തന്നെ അങ്ങനെ സന്തോഷം തോന്നുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.